ജയിലിൻ്റെ സംസ്കാരം ഹൃദയങ്ങളെ എങ്ങനെ തടവിലാക്കിയെന്ന് അദ്ദേഹം സങ്കടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ ജോലിയിൽ അനുകമ്പയ്ക്ക് സ്ഥാനമില്ല. അവിടെ ഇരുന്ന ആരും പരിഹസിച്ചില്ല. എല്ലാവരും മൗനമായിരുന്നു, ദുഃഖിതരും. അവർ തലയാട്ടി സമ്മതം മൂളി. സഹപ്രവർത്തകനോട് സഹാനുഭാവം കാണിച്ചു. അവസാനം ഈ പുതിയ രീതിയിൽ ജോലി ചെയ്യാനും അങ്ങനെ ആയിത്തീരാനും ആഗ്രഹിക്കാത്ത ഏതൊരു ഗാർഡും ഡൈനോസർ എന്ന് വിളിക്കാൻ തുടങ്ങി. അതിനാൽ ഇതാണ് ഹൃദയപൂർവമായ ആശയവിനിമയ രീതി പരിശീലിക്കുന്നതിൻ്റെ സ്വാധീനം. അവിടെ പരസ്പരം മനസ്സിലാക്കുന്നതിൽ പഠിച്ച പുതിയ രീതികൾ നമ്മളിൽ പുറമേ നിന്നും ഉള്ളിലേക്ക് പരിവർത്തനമുണ്ടാക്കും. അവിടെ ദയ, അതായത് പ്രവൃത്തിയിലെ സഹാനുഭൂതി, എളുപ്പത്തിൽ വളരും. നമ്മുടെ ശീലങ്ങൾ നമ്മളിൽ എത്ര ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നുവെന്ന് നാം മറന്നുപോകുന്നു. ആശയവിനിമയത്തിൽ നാം എത്ര നിബന്ധനകളുള്ളവരാണെന്നും